അങ്ങനെ ഐഫോണിന്റെ 17 സീരീസ് ഈ 2025 സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സെപ്റ്റംബർ 9 ആണ് ഡേറ്റ് വന്നിരിക്കുന്നത്. വളരെ വലിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഇത്തവണ ഐഫോൺ 17 സീരീസ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഈ വർഷം 17ന്റെ 4 മോഡലുകളാണ് ഐഫോൺ ഇറക്കിയിട്ടുള്ളത്. ഐഫോൺ 17, ഐഫോൺ 17 പ്രോ, ഐഫോൺ 17 പ്രോ മാക്സ്. ഇതുകൂടാതെ ഐഫോൺ എയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്പെഷ്യൽ ഫോൺ കൂടെ ഐഫോൺ ഇത്തവണ ലോഞ്ച് ചെയ്യുന്നു. ഐഫോൺ 17 സീരീസിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററിയും ചാർജിങ്ങും തന്നെയാണ്. ഇത്തവണ 17 സീരീസിലെ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh ആണ് അവർ വെച്ചിരിക്കുന്നത്. ഐഫോണുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ് ഈ 17 സീരീസിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചാർജിങ്ങിന്റെ കാര്യത്തിലും വളരെ വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. 50 വാട്ട്സിന്റെ മെഗാ സേഫ് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇത്തവണ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും വെച്ചിട്ട് നമുക്ക് ഐഫോണുകാർക്ക് മാത്രം ആഘോഷിക്കാവുന്ന മാത്രമേ ഉള്ളൂ. ഇതൊന്നും നേരെ ചെന്നിട്ട് ആൻഡ്രോയിഡുകാരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആകെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറയാണ്. ഇത്തവണ ക്യാമറയിലും വളരെ വലിയൊരു മാറ്റം തന്നെ ഐഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഐഫോണിന്റെ ക്യാമറ ആ ഒരു മൊഡ്യൂൾ ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നെ പോട്ടെ, അത് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചേഞ്ച് മാത്രം. ക്യാമറയുടെ കാര്യം വരുവാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയുള്ള പ്രോ മോഡലുകളിലെല്ലാം 3 ക്യാമറയും 48 MB മെഗാ പിക്സൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 8x സൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ 8K വീഡിയോ റെക്കോർഡിങ്ങും ഫോണുകളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു 8K റെക്കോർഡിംഗ് വരുന്നത് പ്രോ മാക്സ് വേരിയന്റുകളിൽ മാത്രമായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഐഫോണുകാര് 80,000, 90,000, 1,00,000 രൂപയൊക്കെ കൊടുത്ത് മേടിച്ചിട്ട് പോലും 60 Hz ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ പോലെ എല്ലാ സീരീസുകളിലും 17 സീരീസിന്റെ എല്ലാ ഫോണിലും 120 Hz OLED ഡിസ്പ്ലേ ആണ് അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതും ഐഫോണുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാറ്റം തന്നെയാണ്. പിന്നെ ഇതിന്റെ ചിപ്സെറ്റുകൾ A19 ചിപ്സെറ്റ് ആണ് വരുന്നത്. പ്രോ വേർഷനുകളിൽ A19ന്റെ പ്രോ ചിപ്സെറ്റുകളും അതിനകത്ത് ഉൾപ്പെടുത്തും. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റാമിലാണ്. 12 GB റാം വരെ ഇത്തവണ ഏതായാലും ഐഫോൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഈ ഐഫോണിലൊന്നും ഇത്രയും 12 GB വരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ 17 സീരീസുകളിൽ 12 GB വരെ റാം കൊടുക്കാൻ എന്തായാലും അവർ തീരുമാനിച്ചു. അതേപോലെ തന്നെ സെൽഫി ക്യാമറ, ഇത്രയും നാളായിട്ടുണ്ടായിരുന്ന സെൽഫി ക്യാമറ എന്ന് വളരെ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഐഫോണുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. 24 MB ആണ് ഫ്രണ്ട് ക്യാമറ ഇവരിപ്പോ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ സാംസങ് ഗാലക്സിയും ഒക്കെ ആയിട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ ഐഫോൺ എപ്പോഴും ബാക്കിൽ തന്നെയായിരുന്നു. എന്നാൽ ബാക്ക് ക്യാമറ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഐഫോണിനെ വെല്ലാൻ ഇതുവരെ വേറൊരു ഫോൺ ഇറങ്ങിയിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം കുറച്ച് ഫോണുകളൊക്കെ വരുന്നെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ കണ്ടിടത്തോളം ഇത്രയും കാലമായിട്ട് ഐഫോണിന്റെ ക്യാമറയുടെ ആ ഒരു വീഡിയോ ക്വാളിറ്റി എല്ലാം വേണ്ടിയിട്ട് ഇതുവരെ വേറൊരു ക്യാമറ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ. എന്നാൽ ഈ തവണ സെൽഫി ക്യാമറയിൽ ഐഫോൺ കൊണ്ടുവന്നൊരു മാറ്റം ഐഫോണുകാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു മാറ്റം തന്നെയാണ്. പിന്നെ ഇതിനെക്കാളൊക്കെ സ്പെഷ്യലായിട്ട് അവർ ഇറക്കിയ ഈ ഒരു 17 എയർ എന്ന് പറയുന്ന ഫോൺ, ഇത് കുറച്ച് തിന്നായിട്ടുള്ള ഫോണാണ്. എന്ന് വെച്ചാൽ 5.5 mm എന്തോ മാത്രമാണ് അതിന്റെ തിക്നെസ് വരുന്നത്. പിന്നെ അപ്പോൾ ഇതിന്റെ ബാറ്ററി ബാക്കപ്പും കുറവായിരിക്കും. 3000-3500 ആ ലെവലിലായിരിക്കും ഇതിന്റെ ആ ഒരു ബാറ്ററി ബാക്കപ്പ് വരുന്നുള്ളത്. പിന്നെ പ്രോ വേർഷനിലെ പോലെ അധികം വലിയ ഫീച്ചേഴ്സ് ഒന്നും കാണില്ല. എന്നാലും ഏത് ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് കറക്റ്റ് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ് അവർ ഈ എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് സംഭവം വന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഐഫോണിന്റെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ ഐഫോണിന്റെ വെയിറ്റ് വീണ്ടും കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, വന്നു കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ബാറ്ററിയുടെ ഒക്കെ വലിപ്പം കൂട്ടിയ സ്ഥിതിക്ക് അവരുടെ ആ ഒരു ഫോണിന്റെ വെയിറ്റും കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് എന്തായാലും കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഐഫോണുകാരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 17 എന്ന് പറയുന്ന സീരീസ് അത്യാവശ്യം നല്ലൊരു മാറ്റങ്ങളോടുകൂടി വെക്കണം വന്നത്. പക്ഷെ നമ്മൾ ആൻഡ്രോയിഡുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് അങ്ങനെ കമ്പാരിസൺ ഒന്നും വേണ്ട. ഐഫോണുകാരെ സംബന്ധിച്ചിടത്തോളം 17 സീരീസ് നല്ലൊരു മാറ്റം കണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സീരീസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി കണ്ടിന്യൂസ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.